ഇതുവരെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ ഹാപ്പി, തിയേറ്റർ ഓണേഴ്സ് ഹാപ്പി, ഞങ്ങളും ഹാപ്പി. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ശ്രീവിശാഖ് തിയേറ്റർ, ട്രിവാൻഡ്രം ശ്രീവിശാഖ് തിയേറ്ററിൽ ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഇന്നിപ്പോൾ 8ാം ദിവസമാണ്, ഇന്ന് വരെയുള്ള എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിരുന്നു. 1000 ആണ് ഇവിടുത്തെ ഈ തിയേറ്ററിലെ സീറ്റിംഗ് കപ്പാസിറ്റി. എല്ലാ ഷോയും ഇവിടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു അംഗീകാരമാണ്. എന്നെ പോലെ ഒരു ചെറിയൊരു നടന് ആളുകൾ നൽകുന്ന ഈ സ്നേഹവും അംഗീകാരവുമാണ്. ഈ സ്നേഹം കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാര്യം നമുക്കെപ്പോഴും നമ്മൾ സിനിമ ചെയ്യുന്ന ആളുകൾ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ആളുകൾ കാണുകയും ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്ന സിനിമകൾ എടുക്കുക എന്നുള്ളതും തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ ഒരു സിനിമ വന്ന് പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഇനിയും അതുപോലെ നല്ല സിനിമകൾ ചെയ്യാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആവേശമാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അത് ഇവിടുത്തെ റെസ്പോൺസ് ഭയങ്കരമാണ്. ഞാൻ ഇവിടുത്തെ മാത്രമല്ല, ഞാനിപ്പോൾ തിയേറ്റർ വിസിറ്റായിട്ട് ഞാൻ പല ഏരിയാസിലൊക്കെയും പോയി. ഇനി ഒരുപാട് തിയേറ്ററുകളിലേക്ക് പോകാനുണ്ട്. അപ്പം ഇതുവരെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ ഹാപ്പി, തിയേറ്റർ ഓണേഴ്സ് ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഒരു ആരെങ്കിലും തല പൊട്ടയടിച്ചത് കൊണ്ട് ഒരു സിനിമ ഹിറ്റാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം സിനിമ നന്നായിട്ട് എടുത്തു വയ്ക്കാതെ തല പൊട്ടയടിക്കല്ല, തല വെട്ടിക്കളഞ്ഞാലും യാതൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അന്ധവിശ്വാസിയൊന്നുമല്ല ഞാൻ പിന്നെ എൻ്റെ മകളുടെ ഫോട്ടോ, മൊട്ടയടിച്ചിട്ടുള്ള ഫോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ എനിക്കത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കൗതുകം ഉണർത്തുന്ന ഒരു ഹെഡിങ് ക്യാപ്ഷൻ വേണമെന്നുണ്ടായിരുന്നു. വെറുതെ ആ ഫോട്ടോ എൻ്റെ മകൾ തല മൊട്ടയടിച്ചു എന്ന് പറയുന്നതിനേക്കാളും അച്ഛൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റാവാൻ വേണ്ടി തല പൊട്ടിയടിച്ച കുഞ്ഞാവ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒരു വേളാങ്കണ്ണി പോയി തല പൊട്ടിയടിച്ച് കുഞ്ഞാവ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ വ്യക്തികളെ അങ്ങനത്തെ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലുള്ള ട്രോളുകളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കാര്യം തമാശ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. തമാശയിലൂടെ നമുക്ക് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റും. തമാശയിലൂടെ നമുക്ക് വിപ്ലവം വരെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു തമാശ പോലും ആളുകളെ വിഷമിപ്പിക്കുന്നതോ ഏതെങ്കിലും ഒരു വ്യക്തിയെ പേഴ്സണലായിട്ട് കളിയാക്കുന്നതോ ആവരുത് എന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ അത് പരമാവധി എല്ലാവരും ഒഴിവാക്കണം. പിന്നെ നമ്മളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാരെ പറ്റി അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തമാശക്കാണെങ്കിൽ പോലും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വിപ്ലവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ തമാശകളിലൂടെ. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അവർ ഈ ഒരു കാര്യങ്ങളിലും കൂടെ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നു. കാര്യം പോസിറ്റീവ് ട്രോൾസ് ആണ് ഒരുപാട് വരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള തമാശക്കാണെങ്കിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോളൂ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം റിപ്പീറ്റഡ് ഓഡിയൻസ് ആണ് പലപ്പോഴും ലോങ് റൺ തരുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടോളൂ, സന്തോഷം. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കാര്യം ഇതൊരു അത്ര മോശം സിനിമയാവാൻ വഴിയില്ല. കാരണം ആളുകളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ ഈ കൂടോത്രോ മന്ത്രവാദമൊന്നും ചെയ്യാതെ തന്നെ ആൾക്കാർ വന്ന് കയറുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് കാണുന്നതാണ് സിനിമ. കാണുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ പിന്നെയും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ കാണാൻ കൊള്ളാവുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ടിക്കറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. സോറി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതിൽ. പക്ഷെ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. എല്ലാവർക്കും ഒരുപാട് നന്മകൾ വരട്ടെ. ഒരുപാട് നന്ദി.